എഗ്ഗ് കുൾഫി എന്ന് കേട്ടിട്ട് ഒരാൾ ഇവിടെ വന്നിട്ട് ഇത് തണുപ്പുള്ള സാധനമാണോ എന്ന് ചോദിച്ചൊരു സംഭവം ഉണ്ടാകുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ചൊരു അധികം ആൾക്കാർക്കും ഇപ്പോഴും അറിയില്ല. കാരണം ഒന്ന് വന്നിട്ട് പിന്നീട് അപ്രത്യക്ഷമായിട്ടുള്ളൊരു സാധനമായിരുന്നു. കുറേ കാലത്തെ ഒരു ആഗ്രഹമായിരുന്നു ഈ ഒരു സംഭവം വീഡിയോസ് കൂടെ കണ്ടുക്കണമെന്നല്ലാതെ നമുക്ക് കഴിക്കാൻ പറ്റിയിട്ടുണ്ടാകുന്നില്ല. ഇത് ഇറങ്ങിയിട്ട് ഏകദേശം 2-3 കൊല്ലമായിക്കണമെന്ന് തോന്നുന്നു കേട്ടോ. ഇപ്പോൾ അത് ഒരു കിട്ടകനി ആയിക്കണം. അങ്ങനെ എവിടെയും ഒരു കണ്ടുവരാത്തൊരു സംഭവമാണ് റയറായിട്ട് കിട്ടുന്നത്. പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഗുൾഫിയാണ്, എഗ്ഗ് ഗുൾഫി. അപ്പോൾ ഇതിലൊരു തമാശ നമ്മളെ ലത്തീഫ്ക്കും ഇതേമാതിരി തുടങ്ങിയിട്ട് ആകെ 2 ആഴ്ച ആയിട്ടുള്ളൂ നടക്കണം. അപ്പോൾ അവർക്ക് അങ്ങനെ പഠിച്ച് വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവിടെ 30 രൂപക്ക് ഓഫർ വരുന്നുണ്ട്. ഇത് പടിഞ്ഞാറങ്ങാടി കൂറ്റനാടുക്ക് പോണ റോഡിനാട്ടോ. ആ പമ്പിൻ്റെ തൊട്ട് എതിർവശത്തായിട്ട് ഇത് വരും, പമ്പ് എത്തുന്നതിന് മുന്നേ. എന്നാൽ നമുക്കും ഒന്ന് ആയിക്കോട്ടെ എന്ന് അങ്ങനെ പറഞ്ഞു. അപ്പോൾ ഈ ഒരു എഗ്ഗ് കുൾഫിക്ക് ഇവിടുന്ന് 30 രൂപക്കാണ് ഇപ്പോൾ കൊടുക്കുന്നത്. 2 മുട്ടൊക്കെ ഇട്ടിട്ടാണ് ഈ ഒരു സംഭവം ഉണ്ടാക്കി തരുന്നത്. ഇതങ്ങനെയെന്നുള്ള നമ്മൾ ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്താൽ. നിങ്ങളെത്തുള്ള ഗ്യാസ് അല്ലേ? ഓട്ടോമാറ്റിക് ആയിട്ട് വരും. അതെന്താ ലത്തീഫ് ലത്തീഫോ? സ്ഥലം എവിടെ പറഞ്ഞേ? പടിഞ്ഞാറങ്ങാടിയാ? ഒറ്റ ട്രിപ്പിൽ തന്നെ അതൊക്കെ ചെയ്യല്ലേ എല്ലാവരും? 10 ചെയ്യാം. 10 ചെയ്യാം. എന്താ സ്റ്റിക്ക് വെക്കല? ഓട്ടോമാറ്റിക്കായിട്ട് വരുമ്പോൾ അടുത്ത് പറഞ്ഞല്ലേ? ഞാനിപ്പോ നഷ്ടത്തിനാ കൊടുക്കുന്നത്. നമ്മൾ പഠിക്കല്ലേ? മരുന്ന് പോയി വരും. നന്നായി ചൂടാക്കി കഴിഞ്ഞാൽ തന്നെ താനെ വരും. അതിനെ കുറിച്ചോളൂ മാറി 2-3 പ്രാവശ്യം നിലത്ത് പോയിട്ടുണ്ട് മാറിയിട്ട്. കമ്പ് നല്ല ഇറക്കിയ ലത്തീഫിന് സുഖമില്ലാതെ ഇരിക്കുന്ന ആളായിരുന്നു. അപ്പോൾ ഉപജീവന മാർഗ്ഗത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു പണി വേണ്ടിയെന്ന് വിചാരിച്ചിട്ട് മുപ്പാൾ കൂടുന്നതാണ്. ഈ ഒരു സംഭവം എനിക്ക് തോന്നിയത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കബാബൊക്കെ കഴിക്കുന്ന ഒരു ടേസ്റ്റ് ഉണ്ടാകും. പിന്നെ ഓംപ്ലേറ്റ് സാധാ ഓംപ്ലേറ്റ് തന്നെയാണ്, പക്ഷേ ഒന്നും കൂടി റൗണ്ട് ആ ഗുൾഫിയുടെ മുകളിൽ വന്നിക്കണം. ലത്തീഫ്ഖാൻ്റെ വെറൈറ്റി ഐറ്റാണ്, നിങ്ങൾ കഴിച്ചു നോക്കി. നല്ല വെറൈറ്റി തന്നെയാണ്. അതിനൊക്കെ എന്തെങ്കിലും വന്നിട്ടേ തണുപ്പുണ്ടാവുമെന്ന് ഞാൻ പണിസ്ഥലത്തുനിന്ന് വരുന്നത്. തണുപ്പുണ്ടാവുമെന്ന് ചോദിക്കാം. അതുകൊണ്ട് തണുത്തേ വേണത്തില്ല. ഞാനിത് കോഴിമുട്ടണ എങ്ങായത് എന്താ വിചാരിച്ചത്? അതല്ല വിറ്റായി.
ഇതിനെ പറ്റി ഒന്നും അറിയില്ല. അതാണ് അരുണൂർക്ക് ഇപ്പൊ ഓനക്കറിയാം. അപ്പൊ എന്താ ഓൻ കണ്ടിട്ട് ഞാൻ അറിയാത്തോണ്ടാണ് ഒരു വെറൈറ്റി ആയിക്കോട്ടെ വെച്ചിട്ട് ഞാനെന്ന് വെച്ചിട്ടാ ഇവിടെ ആർക്കും അറിയാം. ഇതിപ്പോ ആൾക്കാർക്ക് അറിയില്ല. അത് എഗ് കുൽഫിറ്റി എന്താണെന്ന് എഗ് കുൽഫിറ്റി എന്താണെന്ന് ചിലർ വന്നിട്ട് ഇന്നലെ ഒരുത്തം വന്ന് ചോദിക്കാം. ഭയങ്കര പണിക്കാരൻ അവന് ചായ